സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കറുവപ്പട്ട 3 കഷ്ണം, 2 ഏലക്കായ, 10-15 മണി കുരുമുളക്, 1 വയനയില, 5-6 ഗ്രാമ്പൂ. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിന് 1 ലിറ്റർ വെള്ളം വെച്ച് അതിലേക്ക് 1/4 കിലോ അരി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഊറ്റിക്കളയാനുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലേറ്റിൽ കാണുന്ന മസാലകളും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ചോറ് വെക്കുന്നത് പോലെയല്ല ഇതുണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളം കൂടുതലായി വയ്ക്കണം. അരി 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ ദമ്മിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 3/4 വേവാകുമ്പോൾ ഈ അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഊറ്റിയ ശേഷം ചോറ് മാറ്റി വയ്ക്കാം. ഇനി ഈ പ്ലേറ്റിൽ കാണുന്ന മസാലകൾ ഓരോന്നായി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കറുവപ്പട്ടയും ഏലക്കായും ഇട്ട് കൊടുക്കാം. ഞാൻ അധികവും ഒലീവ് ഓയിലാണ് പാചകം ചെയ്യാൻ എടുക്കാറ്. നിങ്ങൾക്ക് എന്ത് ഓയിലാണ് വേണ്ടതെങ്കിൽ എടുക്കാവുന്നതാണ്. ഗീ എടുക്കണമെങ്കിൽ ഗീ എടുക്കാവുന്നതാണ്. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 മുട്ട പുഴുങ്ങി തോട് മാറ്റിയത് ഇട്ട്
മുട്ടയുടെ പുറത്ത് ഓരോരു വരയിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയാണ് വരയിട്ട് കൊടുക്കുന്നത്. മുട്ട ഇതിലിട്ട് മസാല പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി മുട്ട എടുത്തു മാറ്റാം. അതിനുശേഷം ഈ മസാലയിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് മുറിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് വ്യത്യസ്തമായ ബിരിയാണി ആണെങ്കിലും കഴിക്കാൻ നല്ല സ്വാദ് തന്നെയാണ്. ഞാനിങ്ങനെ പലതരത്തിലുള്ള ബിരിയാണികളും ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി മാറ്റിവെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിന ഇലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കേണ്ടത്. മല്ലിയിലയും പുതിനയിലയും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ചിലർക്ക് പുതിനയുടെ മണം അത്ര പിടിക്കില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പാചകമുണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ട് ശീലിക്കുന്നതാണ് നല്ലത്. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പാചകം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞതാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ വേവിച്ച് മാറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായി സവോള വറുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയും മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി 15 മിനിറ്റ് നേരം സിമ്മിൽ വെച്ച് ദമ്മാക്കി എടുക്കാവുന്നതാണ്. അടിയിൽ പിടിക്കാതെ നോക്കണം. അടിയിൽ ചപ്പാത്തി ചുടുന്ന ദോശക്കല്ല് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെച്ചാൽ അത്ര പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. ഇനി ഇത് തുറന്നു നോക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കണം എന്ന് കരുതി വിഷമിക്കുകയും വേണ്ട. നിങ്ങളും ഒന്ന് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.